ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ആട് വളർത്തലിലുണ്ടായ അനുഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആട് മേയ്ക്കുന്നത്, മറ്റൊരാളുടെ പറമ്പിൽ നിന്ന് പുല്ലെടുക്കുന്നതിന് ചീത്ത കേൾക്കുക, അങ്ങനത്തെ സംഭവം ഇപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും പറമ്പൊന്നും ഉണ്ടാവില്ലല്ലോ. മറ്റൊരാളുടെ പറമ്പിൽ നിന്ന് അവർ കാണാതെയൊക്കെ നമ്മൾ പുല്ലെടുക്കുമ്പോൾ പിന്നെ അവരത് കണ്ടുകൊണ്ട് വരുന്ന ആ ഒരവസ്ഥ, അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കണം. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. കുറച്ചും കൂടി തിന്നോ, വന്നിട്ടുള്ളൂ. അങ്ങോട്ട് പോയിക്കോ, കുറച്ചും കൂടി തിന്നോ. നമ്മളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. അങ്ങോട്ട് പോയിക്കോ, കുറച്ചും കൂടി പോയി തിന്നിട്ട് വാ. വയറ് നിറയട്ടെ സുന്ദരിയേ, ചെല്ലേ. എടി പോയി തിന്നേ, നമ്മളിപ്പോൾ വന്നിട്ടുള്ളേ സുന്ദരിയെ. അന്നെ ഞാൻ എടി അങ്ങോട്ട് പോയി തിന്നേ. റബ്ബറിൻ്റെ ഇല തിന്നരുതട്ടോ. ഇന്നലെ തന്നെ ഒരുപാട് തിന്നിക്കണു. വെളിച്ചെണ്ണക്ക് ചിലവാ റബ്ബറിൻ്റെ ഇല തിന്ന. അതിനെ കുറ്റം പറയില്ലേ. അപ്പം മോള് പറയാം എന്തിനാ കുറ്റം പറയണെന്ന്. സുന്ദരിനെ ഒരു വാക്ക് പറയാനും അയക്കൂല, അടിക്കാനും അയക്കൂല. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയില്ലേ. അപ്പോൾ ദിവസവും വെളിച്ചെണ്ണ കൊടുക്കുമ്പോൾ ഞാൻ പറയും വെളിച്ചെണ്ണയ്ക്ക് ചിലവാണ്. ഇവള് റബ്ബറിൻ്റെ ഇല തിന്നാൽ പിന്നെ അതവൾ പെട്ടെന്ന് തിന്നും. റബ്ബറിൻ്റെ ഇല എന്ന് വെച്ചാൽ അതവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് തോന്നുന്നു. ഏത് പുല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഈ കാറ്റ് വീശിയിട്ട് മഴയെ കൊണ്ട് റബ്ബറിൻ്റെ ഇല ഉണ്ടാവും പച്ച. ഉണക്കുകയാണെങ്കിൽ നമുക്ക് അത്ര പേടിക്കാനില്ല. അപ്പോൾ ഇന്നലെ കൊടുന്നിട്ട് പച്ച ഓരോ പൊടി. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഓടി ചെന്നിട്ട് വായിൽ നിന്ന് എടുത്തിട്ട് ഇടും കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഓടി ചെല്ലുമ്പോഴേക്കും അവൾ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ ചപ്പല്ലേ, അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഓടി ചെല്ലുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും. എന്ന് വെച്ചാൽ നനവും തണുപ്പൊക്കെ അല്ലേ, എന്തെങ്കിലും ചപ്പിനുള്ളിലുണ്ടോ നമുക്ക് കാണൂല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കും, വീണ്ടും ഒഴിക്കും. കുറച്ചും കൂടി ഇനി കുറവാണോ എന്ന് വിചാരിച്ച് വീണ്ടും ഒഴിച്ച് കൊടുക്കും. എന്തായാലും എന്തെങ്കിലും പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് മതി. അഥവാ വയറ് വീർത്ത് കഴിഞ്ഞാൽ രാത്രിക്കൊക്കെ നമ്മളിങ്ങനെ മേഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ രാവിലെയാണ് ചെന്ന് നോക്കുന്നത്. അപ്പോൾ അത്രയും സമയം എന്തെങ്കിലും കൂടുതലായിട്ട് അകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വയറ് വീർത്ത് ദഹനക്കേടാവും. അപ്പോൾ അതിലും നല്ലത് നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണയോ ഒക്കെ പോയാലും കുഴപ്പമില്ല, അവരുടെ തടി നല്ലപോലെ നോക്കുക. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ അവിടുത്തെ മുത്തശ്ശനും ചേട്ടനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ സുന്ദരിനെ, അപ്പോൾ ഇവർക്ക് പശുള്ള കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതുപോലെ ആടിനെ മേയ്ക്കുമ്പോൾ അവരൊരു 3-4 പേരുണ്ട് കേട്ടോ, ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ കൂടി. അപ്പോൾ അവരിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഞാൻ തീരെ പുല്ലില്ലാത്ത സമയത്ത് അങ്ങോട്ട് ഇറങ്ങി പോകാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പുല്ല് കൊണ്ടുപോകുന്ന കാര്യം എനിക്കറിയില്ല. ഒരു ദിവസം ചെന്നപ്പോൾ ഇങ്ങനെ പതിയെ ചെന്നപ്പോൾ ഉണ്ട് വാഴയുടെ മറവിൽ അവർ പുല്ലെടുക്കുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പശുവുണ്ട് ഇവിടുന്ന് പുല്ലെടുക്കണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം വന്നാലേ കുറച്ചെടുത്തിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഞാൻ പിന്നെ അങ്ങോട്ട് വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതിന് മുന്നേ ഇതുപോലെ ഞാനിങ്ങനെ എടുക്കുമ്പോൾ കുറേ മുന്നേ ഫസ്റ്റിൽ ആട് വാങ്ങിച്ച സമയത്ത് ഞാൻ ആടിനെ മേയ്ക്കാനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും ഇവർക്ക് പശു ഉണ്ടെന്നോ ഇവർ പറമ്പാണെന്നോ ഒന്നും അറിയില്ല. ഇവിടെ കാണുന്ന ഒരു പറമ്പ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലിങ്ങനെ പുല്ല് നിറഞ്ഞ് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ എടുക്കും അതിന് കേട്ടോ. അപ്പോൾ പിന്നെ അവരെന്നോട് പറഞ്ഞു ആട് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ പശു കഴിക്കില്ല. പിന്നെ ഒരു ദിവസം കണ്ടപ്പോൾ അപ്പോൾ വീണ്ടും നമ്മുടെ മേലെ പറമ്പിൽ പുല്ലില്ലാതായപ്പോൾ ഞാൻ അവിടുന്ന് അവരെ കാണാതെ തന്നെയാണ് കേട്ടോ. എന്തപ്പോൾ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെയ്തതാണല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഒരു ദിവസം അവരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സുന്ദരിനെയും പിടിച്ച് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വടിയും അരിവാളും പുല്ലെടുക്കാനുള്ള ചാക്കും ഉണ്ട് കേട്ടോ. എല്ലാം പാടെ പെറുക്കി ഞാൻ ഒറ്റ ഓട്ടം ഓടും. അങ്ങനെ 2-3 തവണയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ അത് എവിടെ പോയിട്ട് എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് പറമ്പുമില്ല, ഒന്നുമില്ല. ആടുകളോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിൽ ഞാൻ ആടിനെ വാങ്ങിക്കുകയും ചെയ്തു. വേനലായപ്പോൾ എല്ലാ ഭാഗത്തും ഉണങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് മുന്നേ വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ചേട്ടന് പശുവുണ്ട്, 4 പശുക്കളുണ്ട്. അപ്പോൾ തീറ്റയല്ല നമ്മൾ ഈ വള്ളിയും പുല്ലെല്ലാം കൂടെ കൊണ്ടുപോയിട്ടാണ് കൊടുക്കുന്നേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നീട് ഞാൻ അതിലേക്ക് ഇറങ്ങാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ റബ്ബർ തോട്ടത്തിൽ ഞാൻ ഇപ്പോൾ ഇവിടെ പുല്ലുണ്ട്, ഇപ്പോൾ കുറച്ചൊക്കെ പുല്ലുണ്ട്. ഇതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ കണ്ടില്ലേ ചെളിയാണ് നിറച്ച്. അപ്പോൾ കുറച്ച് മേലെ അത്ര ദൂരമൊക്കെ പോയിട്ട് ഞാൻ പുല്ലിങ്ങനെ പറിച്ച് നുള്ളിയിട്ട് തന്നെ ഉണ്ടാക്കിയത്. നമ്മളെ അമ്പിളി അമ്മൊക്കെ ഉള്ള സമയത്തൊന്നും കുറച്ച് തീറ്റ പോരല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ നുള്ളിപ്പെറുക്കി അങ്ങനെ ഒരു ചാക്ക് ഫുള്ള് അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന് ശേഷമൊന്നും ഞാൻ മറ്റ്
അധികാരമില്ലാതെ ഇറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്കും അതുപോലെ മറ്റൊരാളുടെ വേറെ പറമ്പിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ തൊട്ട പറമ്പാണ്, വീടിന് തൊട്ട മതിലാണ്. അപ്പോൾ അവിടേക്ക് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ അവരോട് ചോദിച്ചിട്ട് തന്നെയാണ് അവിടെ ആടിനെ മേക്കുന്നത്. അപ്പോൾ പിന്നെ മേലെ പറമ്പിലില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് താഴെ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നാണ് ഇങ്ങോട്ട് റബ്ബർ തോട്ടത്തിലേക്ക് വരുന്നത്. പിന്നെ ഇതിന് മുകളിലായിട്ട് കവുങ്ങിൻ്റെ തോട്ടമാണ്. അപ്പോൾ ചെറുതായിട്ടുള്ള കവുങ്ങുകളാണ്. അപ്പോൾ അതൊക്കെ അവർ കൊത്തിക്കളച്ച് അങ്ങനെ അവിടെ പുല്ലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നോക്കി നിൽക്കണമെന്ന് വെച്ചാൽ ചുറ്റും മതിലും വേലിയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നായകളൊക്കെ പെട്ടെന്ന് വരും, മയിൽ, കുരങ്ങുകൾ എല്ലാം വരും. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുക തന്നെ വേണം. പിന്നെ റബ്ബർ തോട്ടത്തിലായതുകൊണ്ട് റബ്ബറിൻ്റെ ഇല കഴിക്കും. അപ്പോൾ അത് നോക്കി നിൽക്കണം. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ, 1.5 മണിക്കൂർ അത്രയും സമയം ഇവിടെ നിൽക്കും. പിന്നെ ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പണ്ടൊക്കെ നമ്മൾ പാടത്തും പറമ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഇരിക്കാനൊക്കെ പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇടജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ടും പോയിട്ടും അങ്ങനെ ഇരിക്കും. പിന്നെ ആ സമയം കൊണ്ട് വൈകുന്നേരത്താണ് കൊണ്ടുവരാറ്. ഇപ്പം മഴ തുടങ്ങിയ പിന്നെ രാവിലെ കൊണ്ടുവരും. എപ്പോഴാണ് ഒഴിവെന്ന് വെച്ചാൽ ആ ഒരു തോർച്ച നോക്കിയിട്ട് കൊണ്ടുവരും. അപ്പോൾ അവൾക്ക് കുറച്ച് സമയം കഴിക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ കുറച്ച് പുല്ലെടുക്കുകയും ചെയ്യും. അത് രാവിലെ കൊടുക്കും. പിന്നെ മഴയാണെങ്കിൽ ആ സമയത്ത് വിടില്ല. അപ്പോൾ വൈകുന്നേരത്തും അതന്നെ കൊടുക്കും. അപ്പോൾ അതാണ് കേട്ടോ. ഇന്നലെ ഇപ്പോൾ വൈകുന്നേരത്ത് മഴയായിരുന്നു. ഞാൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ മഴയായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മഴക്കാലം ആകുമ്പോൾ നമുക്കൊരു സ്ഥിരതയല്ല. എന്ന് വെച്ചാൽ രാവിലെ മഴ ഇല്ലെങ്കിൽ രാവിലെ കൊണ്ടുവരും, വൈകുന്നേരം ആകുമ്പോൾ വൈകുന്നേരം കൊണ്ടുവരും. ഇപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ ഒരു 8 മണിക്കൊന്നുമല്ല കേട്ടോ. അപ്പോഴൊക്കെ പുല്ലിൽ നല്ല വെള്ളം ഉണ്ടാവും. വെള്ളം ഒന്ന് തോർന്നിട്ട് ഒരു 10:30 ആ ഒരു സമയത്താണ് കൊണ്ടുവരാറ്, 10 മണി കഴിഞ്ഞിട്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ വെയിലുണ്ടാവുന്നുണ്ട് കേട്ടോ, മഴയാണെങ്കിൽ കൂടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ ആടുകളെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്